ചില സ്വപ്നങ്ങൾക്ക് പ്രവചന സ്വഭാവമുണ്ട്. നമ്മൾ ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ അതിൻ്റെ ഫലസിദ്ധി ഉണ്ടായി വരും എന്നാണ് പറയുന്നത്. എന്നാൽ ചില സ്വപ്നങ്ങൾക്ക് ഇങ്ങനെ പ്രവചനമൊന്നും കാണില്ല. അത് വ്യർത്ഥ സ്വപ്നങ്ങൾ എന്ന് പറയും. അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ വരുള്ളൂ. പക്ഷേ നമ്മുടെ ധനം ആകർഷിക്കുന്ന തരത്തിൽ നമുക്ക് സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് പ്രകൃതി ചില സൂചനകൾ മുൻകൂട്ടി നൽകാറുണ്ട്. ആ സമയത്ത് കൃത്യമായ രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്രകൃതിയാൽ നമുക്ക് കിട്ടുന്ന വരദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള 7 സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രകൃതി നമുക്ക് സമ്പത്ത് ഒരുക്കി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം, ആ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ സ്വപ്നങ്ങൾ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ സ്വപ്നത്തിലൂടെ കടന്നു വരും. പലരും പറയുന്നത് നമ്മളിങ്ങനെ ചിന്തിച്ച് കിടന്നിട്ടാണ് നമ്മൾ ആ സ്വപ്നം കാണുന്നത് എന്ന്. ഒരിക്കലും അല്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ പോലും നമ്മുടെ സ്വപ്നത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കൂടാറുണ്ട്. പണ്ടെങ്ങാണ്ടോ കണ്ട ചില കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഭാവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളാവാം. ഇങ്ങനെ പലതും ഉണ്ടാവും. ചില സ്വപ്നങ്ങൾക്ക് വാലും തുമ്പൊന്നും കാണില്ല. എന്നാൽ ചില സ്വപ്നങ്ങൾ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ നൽകും. അപ്പോൾ ധനവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഈ പ്രപഞ്ചം നമുക്ക് ചില കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ധനം ചോരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ സ്വപ്ന ദർശനങ്ങൾ തരാറുണ്ട്. നമ്മുടെ കയ്യിലേക്ക് ധനവും സമ്പത്തും നമ്മുടെ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമ്മാനമായിട്ട് കിട്ടുമ്പോഴും ചില സ്വപ്നത്തിൻ്റെ രൂപത്തിലുള്ള സൂചനകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് താമരപ്പൂക്കളെ കാണുന്നതാണ്. അതായത് നമ്മുടെ സ്വപ്നത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു താമരപ്പൊയ്ക കാണുന്നു. നിറയെ ചുവന്ന താമരകൾ അതിൽ കാണും. ചിലപ്പോൾ നമ്മൾ അതിലൊരു താമരയെ കൈകൊണ്ട് ഒടിച്ചെടുത്തു എന്നും വന്നേക്കാം. ഈ തരത്തിലായിരിക്കും നമ്മൾ ആ താമരപ്പൊയ്കയെ കാണപ്പെടുന്നത്. ചിലപ്പോൾ ഏതോ കടയിൽ ചെന്ന് നമ്മളൊരു താമരമൊട്ട് മേടിച്ചതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഒരാൾ താമര പൂക്കൾ നമുക്ക് സമ്മാനമായിട്ട് തന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ദേഹത്തേക്ക് താമരപ്പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതായിട്ട് ചിലപ്പോൾ സ്വപ്നത്തിൽ വന്നേക്കാം. ഇങ്ങനെ താമരയുമായി ബന്ധപ്പെടുത്തിയ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നത് അധികം വൈകാതെ തന്നെ ധനപരമായിട്ടുള്ള ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഏതാണ്ട് ധനത്തിൻ്റെ ഒഴുക്ക് ആ പ്രകൃതിയാൽ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കണം എന്നുള്ള സൂചനയാണ്. രണ്ടാമത്തെ കാര്യം, നിറയെ പഴങ്ങളുള്ള ഒരു മരത്തെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. നല്ലൊരു മരം, അത് മിക്കവാറും മുട്ടക്കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിറയെ പഴങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷം. ചിലപ്പോൾ അത് മാവാവാം, അല്ലെങ്കിൽ മറ്റൊരു മരമാവാം. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെയ്ക്കും ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലാതായിരിക്കാം. പക്ഷെ അതിൻ്റെ പഴങ്ങൾക്ക് ഏതാണ്ട് ഒരു മഞ്ഞ നിറമൊക്കെ കാണാം, ചിലതിന് ചുവപ്പ് നിറം കാണാം. ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഫലങ്ങളോട് കൂടിയ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ചെല്ലുക. ചിലപ്പോൾ അതിൽ നിന്ന് 1-2 ഫലം കിട്ടുക. അതിൻ്റെ ചുവട്ടിൽ ചിതറിക്കിടക്കുന്ന ഫലങ്ങൾ നമ്മൾ എടുക്കുക. ഇങ്ങനെയുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിധി പോലുള്ള ഒരു ധനം നമുക്ക് വരുമെന്നാണ് ടിബറ്റൻകാർ വിശ്വസിക്കുന്നത്. ഏതാണ്ട് ഇതുപോലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് കേരളീയർക്ക്. നമ്മൾ പറയുന്നത്, നമ്മുടെ അധ്വാന മികവിലൂടെ അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പദ്ധതിയിലൂടെ നമുക്ക് ധനമികവ് വരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, നമ്മളിങ്ങനെ കൈ വെച്ചപ്പോൾ പഴങ്ങൾ കയ്യിലേക്ക് പൊഴിഞ്ഞു വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ലോട്ടറി പോലുള്ള ഭാഗ്യസൂചകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ധനം കയ്യിൽ വരും എന്നുള്ള സൂചനയാണ്. മൂന്നാമത്തത്, സ്വർണ്ണ നിറമുള്ള മയിലിനെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. നമ്മളിൽ പലരും മയിലിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. പക്ഷെ സ്വർണ്ണ നിറത്തിലുള്ള മയിലിനെ കാണുക അപൂർവമാണ്. പക്ഷെ നമ്മൾ ഒരു മയിലിനെ കണ്ടാൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അത് സ്വർണ്ണ നിറത്തിലാവുക, അതിൻ്റെ പീലികൾ സ്വർണ്ണ നിറത്തിലാവുക, അല്ലെങ്കിൽ അതിൻ്റെ കൊക്കിൽ ഒരു സ്വർണ്ണ നാണയമോ മറ്റോ കൊത്തിപ്പിടിച്ചിരിക്കുക. ഇങ്ങനെ സ്വർണ്ണ സംബന്ധിയായിട്ടും ഒരു മയിലിനെയും കൂടി ചേർത്ത് കാണുന്നത് നമ്മുടെ സമ്പത്തിനെ നമുക്ക് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മാർഗം തുറന്നു കിട്ടുന്നു. നമ്മുടെ കടബാധ്യതകൾ ഒഴിഞ്ഞു പോകാൻ
ആരുടെയൊക്കെ സഹായങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു തുടങ്ങിയ സൂചനയാണ് നൽകുന്നത്. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷനൊക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു നൽകുകയുള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ടേ പ്രയോജനം ലഭ്യമാവുകയുള്ളൂ. നാലാമത്തെ കാര്യം, പണം എണ്ണിക്കൊണ്ടിരിക്കുന്നതായി കാണുക. അതായത് നമ്മളിപ്പം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. നമ്മൾ പണം കുറേ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുന്നു. പല പല പെട്ടികളിലായിട്ട് വയ്ക്കുന്നു, ബാഗുകളിലായിട്ട് വയ്ക്കുന്നു. ചിലപ്പോൾ കുറേ ആൾക്കാർ പണം കൊണ്ട് നമ്മുടെ മുന്നിൽ കുടഞ്ഞിടുന്നു, അല്ലെങ്കിൽ എവിടുന്നോ കുറേ ധനം കിട്ടി. ഇவ்விധത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് ധനാഗമനം നമുക്ക് തൊട്ടടുത്ത് തന്നെ വന്നു ചേരുന്നതാണ്. നമ്മുടെ പുതിയ ഏതോ പദ്ധതിയിലൂടെ സാമ്പത്തിക മേന്മ നമുക്ക് ഉണ്ടായി വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ കുറേ കാലമായിട്ട് തടസ്സപ്പെട്ട് നിന്ന ഒരു സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് പുതുതായിട്ട് തുറക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഇത് സമ്മാനിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, മഹാലക്ഷ്മിയെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. ദേവി മഹാലക്ഷ്മിയെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ പരമപുണ്യമായിട്ടുള്ള കാര്യമാണ്. അമ്മയെ സ്വപ്നം കാണുന്ന ഒരാൾക്ക്, അയാൾ ഇനി എത്ര തീരെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ആളാവട്ടെ, അയാളുടെ മുന്നിലേക്ക് പ്രപഞ്ചം വലിയൊരു അവസരമാണ് വെച്ച് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങൾ നാനാവിധത്തിലുണ്ട്. അയാൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് പോയാൽ മാത്രം മതിയാകും. എല്ലാം ഇരിപ്പിടത്തിൽ വരണമെന്നൊന്നും കരുതി നമ്മൾ ഇരിക്കരുത്. നമ്മൾ കേട്ടിട്ടില്ലേ, ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുത്തവനെ അടിക്കുള്ളൂ എന്ന് കേട്ടിട്ടില്ല. അതായത് നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ലോട്ടറി എടുക്കാത്തവന് ഒരിക്കലും ലോട്ടറി അടിക്കില്ല. അതേപോലെ കർമ്മം ചെയ്തവന് മാത്രമേ കർമ്മഫലങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി നമ്മുടെ മുന്നിലേക്കുണ്ട്. നമ്മൾ അതിനനുസൃതമായിട്ടുള്ള പ്രവൃത്തിയും കൂടെ ചെയ്യുക. ആറാമത്തത്, സ്വർണ്ണാഭരണവും ധനവും കളഞ്ഞു കിട്ടുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്വർണ്ണാഭരണം വഴിയിൽ നിന്ന് കിട്ടുന്നു, ആരുടെ നിന്ന് അറിയില്ല, ധനം കിട്ടുന്നു, നമ്മളിത് കയ്യിലെടുത്ത് വയ്ക്കുന്നു, നോക്കുന്നു. അങ്ങനെ പല പല സ്വപ്നങ്ങളായിരിക്കും. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ധനം കൈവെള്ളയിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളൊരു സൂചന. ഇതും വലിയ വിശേഷപ്പെട്ട സ്വപ്നമാണ്. ഇത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്ന് നിങ്ങളെല്ലാം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ധനമികവ് ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഏഴാമത്തെ കാര്യം, ഒരു പശുക്കൂട്ടത്തെയോ ഒരു പശുവിനെയോ സ്വപ്നം കാണുക എന്നുള്ളതാണ്. കുറേയധികം പശുക്കളെ നമ്മൾ സ്വപ്നത്തിൽ കാണുക, അല്ലെങ്കിൽ ഒരു പശുവിനെ നമ്മൾ പുതുതായിട്ട് മേടിച്ചതായിട്ട് സ്വപ്നം കാണുക. ഇതെല്ലാം നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകാനുള്ള ലക്ഷണങ്ങളെ കാണിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയും നമുക്ക് ധനപരമായിട്ടുള്ള മികവ് ഉണ്ടായി വരികയും ചെയ്യുമെന്ന് ഈ പ്രകൃതി സൂചന നൽകുകയാണ്. ഈ ഗോമാതാവ് എന്ന് പറഞ്ഞാൽ സർവവും നമുക്ക് തരാനുള്ള അമ്മ മഹാമായയാണ്. ആ അമ്മയെ നന്നായിട്ട് ധ്യാനിക്കുക. പ്രത്യേകിച്ച് വനമാലി കൃഷ്ണൻ ഭഗവാനെ, ശ്രീകൃഷ്ണനെ ധ്യാനിക്കുക. പിന്നെ പശുവിനോടൊപ്പം നിൽക്കുന്ന ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ 7 സ്വപ്നങ്ങൾ പൊതുവിൽ കാണപ്പെടുന്നത്. ഇങ്ങനെ സ്വപ്നം കണ്ട ധനപരമായിട്ടുള്ള ഒരുപാട് മികവ് നമുക്ക് വന്നു ചേരും എന്നുള്ളതിന്റെ സൂചന നമുക്ക് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. ഇനി പക്ഷേ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളടുത്തും പറയരുത് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അത് നല്ല സ്വപ്നമായിരുന്നു എന്നുള്ള രീതിയിൽ കുടുംബാംഗങ്ങളെടുത്തോ മറ്റൊന്ന് അധികം ചർച്ച ചെയ്യാൻ നിൽക്കരുത്. ചർച്ച ചെയ്താൽ പലപ്പോഴും ഇതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ച ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ നേട്ടം കിട്ടിയിട്ടുമുണ്ട്. അത് മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മളിങ്ങനെ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നേരെ ഒരു ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഒരു താമരപ്പൂവിതൾ കൊണ്ട് ഒരു മാല ഭഗവതിക്ക് സമർപ്പിക്കണം. അത് നമ്മൾ കെട്ടി സ്വയം കൊണ്ടുവന്ന് ചാർത്തുകയോ ഒരു 5-6 താമരപ്പൂവ് മേടിച്ചു കൊടുത്താൽ മതി. അവിടെയുള്ള കഴകമോ അല്ലെങ്കിൽ അവിടുത്തെ അധികാരപ്പെട്ട ആൾക്കാരോ മാല കെട്ടിത്തരും. അല്ലെങ്കിൽ പുറത്തുനിന്ന് കടയിൽ നിന്ന് താമര മാല മേടിച്ചു കൊടുത്താൽ ചാർത്തുന്ന അമ്പലങ്ങളാണെങ്കിൽ അതും ആകാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. 7 ദിവസത്തിനുള്ളിൽ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നെയ്വിളക്ക് തെളിയിക്കാൻ വിട്ടുപോകരുത്. ഇനി മൂന്നാമത്തെ കാര്യം പരമപ്രധാനമാണ്. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 11 നാണയം എടുത്ത്, 1 രൂപ നാണയം മതി, എണ്ണി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. 11 1 രൂപ നാണയം എടുത്ത് എണ്ണി അങ്ങ് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. എന്നിട്ട് 41 ദിവസം കഴിയുമ്പോൾ, ഈ സ്വപ്നം കണ്ട് 41ാമത്തെ ദിവസം മുതൽ
ചിലപ്പോൾ 42 43 ആയിപ്പോ. എന്നാലും 41 ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ നാണയം അവിടുത്തെ കാണിക്ക വഞ്ചിയിലിടുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടത്. എങ്കിലേ സ്വപ്നത്തിൻ്റെ ആ പൂർണ്ണത നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ എന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വപ്നഫലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ് പങ്കുവച്ചത്. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.